ഹായ് ഹലോ നമസ്കാരം. ഞാൻ പ്രജിഷയാണ്. ഇത് ഗൗരി നന്ദൻ്റെ മോളാണ്. ഇത് ഹസ്ബൻഡാണ്, കുമാർ നന്ദ ഫിലിം ഡയറക്ടറാണ്. ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയാണ്. ഞാൻ സീരിയൽ ആർട്ടിസ്റ്റാണ്. ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഞങ്ങളെ അറിയാമായിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെയൊരു ഇതൊരു എന്താ ഒരു അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫോക്കസ് ചെയ്ത് പറയുന്നതോ ഒന്നുമല്ല. ഞങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യണം എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. കാരണം എന്നെപ്പോലെ ഒത്തിരി പേര് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ, കാരണം പ്രശ്നം എന്ന് വെച്ചാൽ പല രീതിയിലുള്ള രോഗങ്ങൾക്ക് അടിമയായിട്ട് നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാതെ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്താണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ മാനസികമായിട്ട് പിരിമുറുക്കാം. പ്രത്യേകിച്ച് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ആകെ കൂടെ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ മോൾക്കൊരു അലർജിക്കായിട്ട് ഞാൻ അമൃത സുരഭി എന്നുള്ള നമ്മുടെ ഇവിടുത്തെ കൊല്ലംകോടുള്ള ഹോസ്പിറ്റലിൽ അതിൽ നമ്മുടെ ഡോക്ടർ സരിത ആൻഡ് ഡോക്ടർ രാധാകൃഷ്ണൻ, സത്യം പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, അവരോട് അധികം റിലേഷൻ എന്ന് അങ്ങനെ പറയാനില്ലെങ്കിൽ പോലും ഇവരെക്കുറിച്ച് ജസ്റ്റ് അറിഞ്ഞു, അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനൊരു അലർജിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ എന്താണ് എനിക്കതിനകത്ത് തോന്നിയൊരു സംഭവിച്ചാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം മോളെ സംബന്ധിച്ചിടത്തോളം മോള് പല ട്രിവാൻഡ്രത്തിൽ, ഞങ്ങൾ സിറ്റിയിൽ ട്രിവാൻഡ്രം പൂജപ്പുരയാണ് താമസിക്കുന്നത്. അവിടെയുള്ള ഏകദേശം എല്ലാ ഹോസ്പിറ്റലിലും, അതായത് പല ഹോസ്പിറ്റലുകളിലും പോയിട്ട് പല മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് അത് ഒരു തരത്തിലും അത് മാറാത്തൊരവസ്ഥയിലാണ് ഞാൻ അമൃത സുരഭിയിലേക്ക് വരുന്നത്. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താണ് അസുഖം എന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിച്ചത്. അപ്പം അത് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയർ ആയിട്ടുള്ള കാര്യമാണ്. മോളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓവർ ഡോസസ് മെഡിസിൻ കഴിച്ചിട്ട് അത് ഓവറായിട്ട് അത് റിയാക്ട് ചെയ്യാണ് ചെയ്തത്. അത് ഇവിടെ വന്നതിന് ശേഷം അവരത് കണ്ടുപിടിച്ച് ക്ലിയറാക്കി മാറ്റി. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ കുഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. ഇത്രയും നല്ല രീതിയിൽ എനിക്ക് മാറ്റി തന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു വിഷമം ഉണ്ടാകുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു മാനസിക പ്രശ്നത്തിലായിരിക്കും. നമുക്കുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വിഷമമായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ഈ പറയുന്ന പോലെ ജീവിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്കുള്ള ഒറ്റ സൊല്യൂഷൻ ഞാൻ പറയാം, അമൃത സുരഭി മാത്രമാണ്. കാരണം നിങ്ങൾക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അമൃത സുരഭിയിൽ വരാം, അവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും നമ്മളടുത്ത് അത്രയും ക്ലോസ് ആയിട്ട് നിന്ന്, നമുക്ക് എപ്പോഴും അങ്ങനെയല്ലോ, ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് തോന്നാറുണ്ട് എന്താ പകുതി അസുഖം നമ്മൾ അവരുടെ അടുത്തിരിക്കുമ്പോൾ മാറാറുണ്ട്. കാരണം വെച്ചാൽ അവർ നമ്മളോട് മിങ്കിൾ ചെയ്യുന്ന രീതിയാണ്. അപ്പം സത്യം പറഞ്ഞാൽ സരിത ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ പുറപ്പേര് പോലെ ഇരുന്നിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന്, മോളെടുത്താണെങ്കിലും മോൾക്ക് മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം ബോഡി ഫുള്ള് അലർജിക്ക് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് ആരെയും ഫേസ് ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അതെല്ലാം റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ആണ് സരിത ഡോക്ടറും രാധാകൃഷ്ണൻ ഡോക്ടറും ആദ്യം അവർക്ക് കൊടുത്ത ഒരു ട്രീറ്റ്മെന്റ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ ഒരു കോൺഫിഡൻസിലാണ് അവർക്ക് അവളുടെ ഈ ഒരു അസുഖം മാറിക്കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു അതിൽ തന്നെ പകുതി അവളുടെ അസുഖം മാറി. അത് കഴിഞ്ഞിട്ടാണ് മരുന്നിലൂടെ റിയാക്ട് ചെയ്തത്. പക്ഷേ പൂർണ്ണമായിട്ട് മൂക്ക് മാറിയത് സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരുപാട് പറയണമെന്നുണ്ട്. അത് മെയിനായിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് എന്തായാലും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് വളരെ എന്ത് കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പറഞ്ഞു പോകാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യം. കാരണം എന്താണ് അസുഖമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന്, എന്തൊക്കെ കൊടുക്കാമെന്ന് ഓരോ നിമിഷം ഓരോ സെക്കൻഡ്, പിന്നെ 24 hours നമുക്ക് അവരെ ഫോണിൽ വിളിക്കാനാണെങ്കിലും ഒക്കെ ഒരു ഫ്രീഡം ഉണ്ട്. കാരണം മറ്റുള്ള ഡോക്ടേഴ്സിനെ പോലുള്ള റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഏത് സമയം വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്ത് നമുക്ക് കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. പിന്നെ അടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ നമ്മുടെ കൂടെ നിൽക്കുന്ന അസിസ്റ്റന്റ് ഡോക്ടേഴ്സ്. വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് ഈ സരിത രാധാകൃഷ്ണൻ മാമിൻ്റെ അവരടുത്ത് പറയുന്നതിനെ പോലെക്കാളും കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക്
നമ്മുടെ അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് അല്ലേ കുറച്ചുകൂടെ കംഫർട്ടബിൾ. കാരണം മോളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റി. ഞാൻ സരിതയായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴും മോള് ഈ പറയുന്ന ഡോക്ടർ അതുല്യ നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് അവളുമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്തു. ശരിക്കും നമുക്ക് ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് സെക്ഷൻ എന്നോ അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ വന്നിട്ട് അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെന്നുള്ള ഫീലിങ്സ് ഒന്നും വന്നിട്ടില്ല. കാരണം ഇവിടെ ഒരു ഹോമിയോ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഒരുമിച്ചിരുന്നിട്ട് വേറൊരു ഔട്ടിങ്ങിന് പോയിട്ട് ഒന്ന് ഫ്രീ ആയി റീഫ്രഷ് ആയി വരുന്ന ഒരു ഫീലിങ്സ് ആണ് എനിക്ക് മുകളിൽ നിന്ന് കിട്ടിയത്. കാരണം അവൾ ഇങ്ങനെ ആയിരുന്നില്ല, അതിൽ നിന്നൊക്കെ ഭയങ്കര ചേഞ്ചായി. പിന്നെ എടുത്തു പറയാനുള്ള ആൾക്കാരാണ് തെറാപ്പിസ്റ്റ്. ഇവിടുത്തെ ഭയങ്കര സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന തെറാപ്പിസ്റ്റുകളാണ്. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള ആളാണ്. നമുക്കറിയാം അവർ എത്രത്തോളം അതിനകത്ത് ആത്മാർത്ഥത കാണിക്കുമെന്നുള്ള കാര്യം. പക്ഷേ അത് രണ്ടുപേര് എടുത്തു പറയേണ്ട പേരുകളാണ്, അമൃത ആൻഡ് സുകന്യ. രണ്ടുപേരും നല്ല രീതിയിൽ എൻ്റെ കുഞ്ഞിനെ നല്ല നീറ്റായിട്ട് ഈ സരിതയുടെ ഒരു എന്താ പറയുക സരിതയുടെ കെയറിങ്ങിൽ അവരും കൂടെ കെയർ ചെയ്തിട്ട് നല്ല രീതിയിൽ എൻ്റെ കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുത്തു. അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അവർ സ്വന്തം ചേച്ചിമാരെ കൂടെ ഉണ്ടെന്നുള്ള ഫീലിങ്സിലാണ് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഇടപഴകിക്കൊണ്ടിരുന്നതും അവളെ നോക്കിക്കൊണ്ടിരുന്നതും. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പല സമയത്തും ഞങ്ങളുടെ ഷൂട്ടിംഗ് തിരക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരക്കായിരുന്നു. അപ്പം അവൾ ഒറ്റയ്ക്കാണ് ഇവിടെ നിന്നെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സേ ഇല്ല. കാരണം ചേച്ചിമാരെല്ലാവരും ഡോക്ടേഴ്സ് എല്ലാവരും ഭയങ്കര ക്ലോസ് ആയിട്ട് മിങ്കിൾ ചെയ്ത് അവൾ ഹാപ്പി ആയിട്ട് നിന്നെന്ന് മാത്രമല്ല, സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. അത്രയും സന്തോഷത്തിലാണ് ഇന്ന് എൻ്റെ കുഞ്ഞിരിക്കുന്നത്. അവൾ മെൻ്റലി ഭയങ്കര എന്താ പറയുക ഭയങ്കര പ്ലസൻ്റ് ആയി. വലിയൊരു താങ്ക് യു. ഇങ്ങനെയൊന്നും ഇത്രയും വാക്കുകളിലൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല അമൃത സുരഭിയുടെ സവിശേഷതകൾ. ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മൾ എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാത്ത അസുഖങ്ങൾ പോലും വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ആവശ്യമുള്ള മെഡിസിൻസ് മാത്രം യൂസ് ചെയ്ത് പോകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് സൈഡ് എഫക്റ്റുകളൊന്നും വരില്ല. മോളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്റ്റിറോയിഡ് കയറിയിട്ട് ബോഡി ആകെ വീക്കായി പോയ ഒരു അവസ്ഥയായിരുന്നു. കാരണം കുഞ്ഞാണ്, അവൾക്ക് എത്രത്തോളം അത്രയും സഫർ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് നമുക്ക് ആയുർവേദ മെഡിസിൻസ് എടുക്കുമ്പോൾ ഒരു പ്രത്യേകത അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസുഖം വേരോടെ പിഴുതു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് താൽക്കാലികമായിട്ട് ആ ഒരു അസുഖം മാറാൻ വേണ്ടിയിട്ടല്ല, അത് മൊത്തത്തിൽ മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇവിടെ വന്ന് ഇത്രയും ദിവസം നിന്നപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫുഡാണെങ്കിലും നല്ല എന്താ പറയുക പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിലുള്ള ഫുഡ്, മെഡിസിൻസും ഒക്കെ കെയറിങ്ങും അവളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. ഞങ്ങൾക്കും അതിൻ്റെ ഒരു പോസിറ്റീവാണ് ഇന്ന് ഗൗരി ഇത്രയും നന്നായിട്ടിരിക്കുന്നത് അല്ലേ. ഞാൻ തന്നെ ഒരുപാട് പറഞ്ഞു തോന്നുന്നു. ഗൗരി പറയട്ടെ. ഞാനിവിടെ അലർജി ആയിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടുപിടിച്ചു. എന്താണ് ഈ രോഗം എന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല ഡോക്ടേഴ്സ്. പക്ഷെ ഇവിടെ സരിത ഡോക്ടറിൻ്റെ അടുത്തും രാധാകൃഷ്ണൻ ഡോക്ടറിൻ്റെ വന്നപ്പോഴാണ് ശരിക്കും എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായത്. എന്താ പറയുക ഒരുപാട് കെയർ ആയിരുന്നു. ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു, മെൻ്റലി ഒട്ടും ഓക്കെ അല്ലായിരുന്നു. അപ്പം അവരൊരുപാട് കോൺഫിഡൻസ് തന്നു, അവരൊരുപാട് കെയർ ചെയ്തു. എന്നെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ പേഷ്യൻസിനും അവരൊരുപോലെ തന്നെയാണ് കാണുന്നത്. രാവിലെയും വൈകിട്ടും റൗണ്ട്സിനും വരും. നമ്മളത് കൂടാതെ അവർ കംഫർട്ട് ചെയ്യാനായിട്ട് അവർ വിളിക്കും. ഒരുപാട് സന്തോഷം നമുക്ക് തരും. പിന്നെ ഒരു ഹോംലി ഫീലാണ്. ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് വന്നു, എനിക്കൊരു ഹോസ്പിറ്റലാണെന്നൊരു ഫീലും ഇല്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ നിൽക്കാൻ. കാരണം ചേച്ചിമാരാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന 2 ചേച്ചിമാരാണെങ്കിലും ഡോക്ടറാണെങ്കിലും ബ്യൂട്ടി ഡോക്ടറാണെങ്കിലും ഒക്കെ ഒരുപാട് സപ്പോർട്ടാണ് നമുക്ക്. അവരെ കൂടി തന്നെയാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. അവരത്രയും സപ്പോർട്ടാണ്. പക്ഷെ എന്നെ മാത്രമല്ല എല്ലാ പേഷ്യൻസും എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ തന്നെ ഇവിടെ ഉണ്ടാവും. നമുക്ക് ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റിന് പോയി ഒരു ഹോസ്പിറ്റലിൽ കാണാൻ അഡ്മിറ്റാണ് അങ്ങനെയൊന്നും നമുക്ക് തോന്നത്തില്ല. നമുക്ക് ഭയങ്കര നമുക്ക് എന്താ പറയുക സന്തോഷവും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മറന്ന് ഇവരെ കൂടി നമ്മൾ നിൽക്കും. ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ സരിത മാമിനോടും രാധാകൃഷ്ണൻ ഡോക്ടറിനോടും. കാരണം എന്താ പറയുക ഒരുപാട് ഡോക്ടേഴ്സിനകത്ത് പോയിട്ടും കിട്ടാത്തൊരു ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ രോഗം പെട്ടെന്ന് മാറ്റി തന്നതിലും ഇത്ര മാറുമെന്നും ഒരു പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച്.